നമുക്കൊരു എൻഗേജ്മെന്റ് ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ അവൾ നിന്ന് തരും കേട്ടോ, പിന്നെ ആകുമ്പോഴത്തേക്ക് അവൾക്ക് മടുപ്പാവും. അതുകൊണ്ട് ആദ്യം തന്നെ പെട്ടെന്ന് എടുത്തു കേട്ടോ. പിന്നെ നമ്മളിത് കാറിൽ കയറി പോവുകയാണ്. ചീനിക്കുഴിയിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി. ഉമ്മച്ചി, അത്തച്ചി, മറ്റുമ്മച്ചി എല്ലാവരും ഉണ്ട്. അവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്, ചെക്കൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോഴേക്കും. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ മാമായാണെങ്കിൽ നിധിമോളെ കൈക്കലാക്കിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്നു. ചെക്കന് വാച്ചൊക്കെ കിട്ടിയ എടപ്പള്ളിയിൽ ജബ്ബാർ അല്ലേ, അവരുടെ മകൻ അൽത്താഫും നക്കഞ്ചേരിയിൽ ഹംസ എന്നിവരുടെ മകൾ നസിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഡിസംബർ 25 വ്യാഴാഴ്ച 11:30 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ചാണ് നിക്കാഹ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കടങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് സുഗമമായി നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഇടകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇവിടുത്തെ ഭാര്യമാരുടെയും ഇടയിലുള്ള ഇണക്കം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കട്ടെ. സന്താനങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇതേ ഫുഡ് കഴിക്കുന്ന തിരക്കൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും തിരക്കൊക്കെ കഴിയുമ്പോൾ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നിധിമോൾ ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ നിധിമോളെ മാമാനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോഴും ഇക്കായാണെങ്കിൽ വിളമ്പിക്കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഇക്കായ എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്ന് നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഇക്കാക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു, അല്ല നെയ്ച്ചോറ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വെറുംചോറാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ദേ നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയും പിന്നെ എന്താണ് സാലഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ. പിന്നെ ദേ മാമ പോകാമെന്നൊക്കെ പറഞ്ഞ് നിധിമോളുടെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് യാത്ര പറയുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു.